ഇതാ നമ്മൾ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണുള്ളത്. പയ്യാമ്പലം ബീച്ചിൽ എന്തെല്ലോ പരിപാടികൾ നടക്കുന്നുണ്ട് ഗായ്സ്. അതിൻ്റെ പ്രമാണിച്ചിട്ട് ഇവിടെ ഇതാ ഫുഡുകളോടുള്ള കളിയാണ്. നമ്മളെ പിന്നെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ പിന്നെ അപ്പോൾ അതൊന്നും അയക്കുന്നേ സ്വീറ്റ് കോൺ അല്ലേ? അങ്കിളുടെ വീഡിയോ എന്നാണ് ഇപ്പോൾ അത് സ്വീറ്റ് കോൺ കഴിക്കുന്നത്. കിട്ടില്ല സ്വീറ്റ് കോണാണ്. അപ്പോൾ അത് അടിപൊളിയാ. എൻ്റെ പേരെന്താ? എന്ത് വാബ് ഖാൻ്റെ കടയാണ് ഗായ്സ്. അപ്പോൾ അത് ഓക്കെ അല്ല, സെറ്റല്ല? അടുത്തത് ഐസ്ക്രീമാണ് നമ്മളെ ലക്ഷ്യം. സ്ട്രോബെറി വേണ്ടേ? സ്ട്രോബെറി വലിയ അല്ല, രണ്ട് മിക്സ് ആയിട്ടുള്ള നമ്മളിനി അടുത്തത്. അപ്പോൾ അത് കുട്ടന് നല്ലൊരു ഐസ്ക്രീമല്ലേ? പയ്യാമ്പലം ബീച്ചിൽ നല്ല എന്താ പറയണ്ട ഗായ്സ്, പയ്യാമ്പലം ബീച്ച് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു നൊസ്റ്റാൾജിയ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു നൊസ്റ്റാൾജിയ. നമ്മളെ കണ്ണൂരെ മെയിൻ സ്പോട്ടാണ് ഗായ്സ് പയ്യാമ്പലം. അമ്പലത്തിലുള്ള ഓരോ ഫുഡിൻ്റെ എന്താ പറയണ്ടേ ഷോപ്പുകളാണ് ഇത് കാണുന്നത് ഗായ്സ്. കച്ച് അത് ഇത് എല്ലാം ഉണ്ട്, ലൊട്ടക്കച്ച്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഗായ്സ്. ഇതെല്ലാം തട്ടുകടയാണ് ഗായ്സ്. ഫുഡിൻ്റെ പരിപാടിയാണ് ഇവിടെ മൊത്തം പയ്യാമ്പലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കച്ചാണ് ഗായ്സ്, കച്ചാണ് ഇവിടുത്തെ പ്രത്യേകത. ഐസ്ക്രീം ചരണ്ടി ഐസ്ക്രീം ചരണ്ടി ഐസ്ക്രീം അല്ലേ? ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ ഗായ്സ്. മുത്തേ ഫ്ലേവർ ഏതാ വേണ്ടേ? ബട്ടർ സ്കോച്ച്, സ്ട്രോബെറി, മാംഗോ, കിവി, ലിച്ചി, പൈനാപ്പിൾ, ഗ്രീൻ ആപ്പിൾ, ഓറഞ്ച്, ഗുവ, ബ്ലാക്ക് കറന്റ്. ഒരു സെറ്റ് ഉണ്ടല്ലോ മുത്തേ, മൊത്തത്തിൽ സെറ്റ് ആണല്ലേ? ഏത് വേണേ ഉണ്ടല്ലേ? ഇതില് ഇതെല്ലാം മിക്സ് അല്ല മുത്തേ? ഡബിൾ അല്ലേ? എവിടെയും കിട്ടൂല അല്ലേ? വെറും പയ്യാമ്പലം ബീച്ചില് കണ്ണൂര് മാത്രം അല്ലേ? ഇവിടെ വരണം അല്ലേ? ഞങ്ങള് വേറെന്താ താൻസീർ ഖാന്റെ കടയിൽ വരണം ഗായ്. സംഭവം ഇതാ ഇവരെ കുടിച്ചിട്ട് പറയാ. അങ്ങനെ രണ്ട് മുത്ത മിക്സ്. കച്ചുകളുടെ രാജാവ് എന്ന് പറയുന്ന പയ്യാമ്പലം ബീച്ച് ഗായ്. ഇവിടെ പല നൊസ്റ്റാൾജിക് കച്ചും നിങ്ങൾക്ക് കാണാം. ലൊട്ടക്കച്ച് മുതൽ കൈതച്ചക്ക, ബത്തക്ക, തൈര്, മാങ്ങ, അങ്ങനെ ക്യാരറ്റ്, നെല്ലിക്ക, പല കച്ചുകളുണ്ട്. മുറുക്ക്, തക്കാളി മുറുക്ക്, അങ്ങനെ പല കച്ചകളും ഉണ്ട് ഗായ്സ് ഇവിടെ. നൊസ്റ്റാൾജി ബൂട്ടി. ഗായ്സ് ഇതാണ് നമ്മളെ പയ്യാമ്പലം. പയ്യാമ്പലം എന്ന് പറയുന്നത് ഇതാണ് പയ്യാമ്പലത്തെ നൊസ്റ്റാൾജി ഗായ്സ്. ഫെന്റാസ്റ്റിക്, ഫെന്റാസ്റ്റിക്, നല്ല മനോഹരമായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മളെ പയ്യാമ്പലത്താണ് പല ജില്ലയിലും പല ആൾക്കാരും വരുന്ന നമ്പർ 1 ബീച്ചാണ് ഗൈസ് നമ്മളെ പയ്യാമ്പലം ബീച്ച്. പല സങ്കടങ്ങളും പല വിഷമങ്ങളും എന്തുണ്ടെങ്കിലും ഈ ബീച്ചിൽ വന്നിട്ടാണ് നമ്മളിങ്ങനെ ഒരു കാറ്റ് കൊള്ളുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഗായ്സ്, അതെന്തിനും സംഭവങ്ങളുണ്ട്. ഇവിടെ നമ്മളെ ദേശീയ പക്ഷി എന്ന് പറഞ്ഞ ഒട്ടകം വരെയുണ്ട് ഗായ്സ്. ഈ ഒട്ടകത്തിനെ ഞാൻ കാണിച്ചു തരാം. മംഗലപ്പുര പോലെ ചമഞ്ഞതാണ് ഈ ഒട്ടകം. ഈ ഒട്ടകത്തിൻ്റെ പേരെന്താന്ന് നമുക്കറിയില്ല, ചങ്ങനോട് ചോദിച്ചാൽ. ഭയ്യോ ക്യാം നാം ക്യാ? ശിവ. ശിവ എന്ന് പറഞ്ഞ ഒട്ടകമാണ് ഗായ്സ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതാണ് ശിവ. അത് ഒട്ടകത്തിൽ കണ്ട അപ്പോൾ അത് ഒട്ടനും ഇതാ ഒട്ടകത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഗായ്സ്. എൻ്റെ മോനെ വളരെ മനോഹരമാണ് ഇവിടുന്ന് കാണുമ്പോൾ നമ്മളെ പയ്യാമ്പലം ബീച്ച്. അപ്പോൾ അത് കയറി എക്സൈൻ भैया, हाँ कह रहे भैया आराम से जाओ है. एक सेकंड हमें तो बैठा है करा. हाँ रेडी. ഗായ്സ് ഇതാ ഞാനും ഫതും ഇതാ ഒട്ടകത്തിൻ്റെ പോവുകയാണ്. പിടിച്ച എൻ്റെ മോനെ ഇതെന്താ സംഭവം? അത് ഓക്കല്ലേ? അത് പിടിച്ച
പിടിച്ചാ അടിപൊളിയല്ലേ ഗായ്സ്? ഇതാ ഞാനും പതു ഇതാ ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇതാ പയ്യാമ്പലം ബീച്ചിലൂടെ ഇങ്ങനെ പോവുകയാണ് ഗായ്സ്. ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ തന്നെയാണ് ഗായ്സ് ഇത്. എക്സ്പീരിയൻസ് ഒട്ടകത്തിന്റെ പറയൂ. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ പതു? ഗായ്സ് ഇത് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ. ഈ ഒട്ടകത്തിന്റെ മുകളിലോട്ട് ഇതിന്റെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി നടക്കാന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഗായ്സ്. സെമീർ. ആ ഗായ്സ് ഇതാണ് സെമീർ. സെമീറാണ്, ചെറിയ പൈതലാണ് ഗായ്സ്. അറിയില്ല എന്താണ് ഇവിടെ ഇവൻ്റെ ഉപ്പാൻ്റെ അതായത് പിതാജിൻ്റെ ഒട്ടകമാകാൻ ചാൻസ് ഗായ്സ്. അപ്പോൾ വളരെയധികം മനോഹരമായ ഒട്ടകയാത്രയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഗായ്സ്. വാവ്, കുലുങ്ങിയിട്ടുള്ള നടത്തം ഒട്ടകത്തിൻ്റെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജി പിടിച്ച ഒട്ടകമാണ്. കുഴപ്പമില്ല, സംഭവമാണ് യുഗേ പറഞ്ഞ പോലെയാണ് ഈ ഒട്ടകത്തിൻ്റെ കാര്യം. കുലുങ്ങിയിട്ടുള്ള നടത്തമാണ്, വല്ലാതെ സഹിക്കാൻ പറ്റൂല ഗായ്സ്. ശിവ തോട അന്തർ ജാവടാ ഗാടാ തോട അന്തർ ജാവടാ ഗായ്സ്. അപ്പം അത് എങ്ങനെ പൊളിയല്ലേ? ആ സംഭവമാണ് ഗായ്സ്. ടൈം കുറിപ്പേക്ക് കുഴപ്പമില്ല, അങ്ങനെ പറയാം. ഒരു ഒട്ടക യാത്ര പൊളിയല്ലേ? നീ എൻജോയ് ചെയ്തണ കിടില്ല? പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ, ഈ വൈകുന്നേരത്തെ നൊസ്റ്റാൾജി വേറെ തന്നെ ഒരു ലെവലാണ് ഗായ്സ്. സംഭവമാണ് വകയെന്ന് പറഞ്ഞ പോലെ അസ്തമിക്കാനായി ഗായ്സ്. അതാണ് സൂര്യൻ ഇങ്ങനെ താണ് പോകുന്നത്. എന്തായാലും സംഭവം കിടിലമാണ് ഗായ്സ്. സംഭവം പയ്യാമ്പലം ബീച്ച് ഒരു രക്ഷയില്ല ഗായ്സ്, വേറെ ലെവലാണ് ഗായ്സ്. ആണ് നമ്മൾ അടിപൊളി കല്ലുമ്മക്കായും ഉത്തമാരുണ്ടാക്കുന്ന നല്ല അടിപൊളി കല്ലുമ്മക്കായാണ് ഗായ്സ്. ഫ്രൈ, നല്ല കാടയുണ്ട്, കട്ട്ലേറ്റ്, ഉന്നക്കായ്. നമ്മളെ പയ്യാമ്പലത്തെ ഒരു നൊസ്റ്റാൾജിയാണ് ഗായ്സ് ഇത്. നല്ല കിട്ടിലും കല്ലുമ്മക്കായും ചായയും ഫ്ലവറാണിത്. ശരിക്കും ചിക്കൻ പൊരിക്കുന്ന പോലെയാണ് ഇതുണ്ടാവുക, കോഴി ഫ്ലവർ. ശരിക്കും ചിക്കൻ പൊരിക്കുന്ന പോലെയാണ് സംഭവം ഗായ്സ്.